കൂട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ? ഭാമിക ഷിബി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബില. നോമ്പ് തുറക്കി ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി എണ്ണക്കടിയുടെ റെസിപ്പി ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെയാന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം. മുട്ടവടയാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ടൊരു 4 മുട്ട പുഴുങ്ങിയിട്ട് ഒരു മുട്ട 4ആയി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 5 സവാള നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തതും, ഒരു ചെറിയൊരു പീസ് ഇഞ്ചി കനം കുറച്ച് അരിഞ്ഞതും, ഒരു 3 എരിവില്ലാത്ത പച്ചമുളക് ഇട്ടത് അത് ചെറുതായി കട്ട് ചെയ്തെടുത്തതും, അതുപോലെ തന്നെ എരിവിനായിട്ട് കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, കറിവേപ്പില, പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ കടലമാവും, ഒരു 1.5 സ്പൂണോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് വെച്ച് ഉള്ളി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ആദ്യം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കുക. കുഴച്ച് വെച്ച ഉള്ളിയിലേക്ക് നമുക്ക് കടലമാവും അരിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഒരുപാട് പൊടി ചേർത്ത് കൊടുക്കരുത്, അപ്പൊ ഭയങ്കര ഒരു മാവായി പോകും. അങ്ങനെ മാവായി കിട്ടരുത്. നമുക്ക് ഉള്ളി കുറച്ച് മുന്നിട്ട് ഇങ്ങനെ നിൽക്കണം. അതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഒന്ന് കയ്യിൽ വെച്ചൊന്ന് പരത്തിയിട്ട് ഓരോ മുട്ട കഷ്ണങ്ങൾ എടുത്തിട്ട് ഇതിന്റെ ഉള്ളിൽ വെച്ച് അതിന് മേലെയും കൂടെ കുറച്ചും കൂടെ ഒന്ന് മാവ് വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. മുഴുവൻ നമ്മളത് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല എണ്ണയിലിട്ട് ഒന്ന് വറുത്ത് കോരിയെടുക്കാം. എണ്ണയിലേക്ക് ഇട്ട പാടന്നെ നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കരുത്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേണ്ട തിരിച്ചിടാനായിട്ട്, അല്ലെങ്കിൽ വേഗം പൊട്ടിപ്പോകും. നമ്മൾ ഫസ്റ്റ് ഇട്ടത് നന്നായിട്ടായി വന്നിട്ടുണ്ട്. ഇതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റുക. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഒന്ന് വറുത്ത് കോരിയെടുക്കുക. മുട്ടവട അതവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ചെയ്ത് നോക്കാത്തവരൊന്ന് ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. എന്നിട്ട് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ, ലൈക്കും കമന്റും ചെയ്യാൻ ആരും മറക്കരുത്. അപ്പൊ ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.